ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഭഗവാനെ, ഈ ഒരു വ്രതം കൂടി നവീന് വേണ്ടി ഞാൻ എടുത്തത് നവീൻ എന്നും ആയുസ്സും ആരോഗ്യവും ഉണ്ടാവണേ എന്ന പ്രാർത്ഥനയോടെ. ഒരു പക്ഷേ ഞങ്ങൾ തമ്മിൽ ഇനി കണ്ടില്ല എന്ന് വരും. പക്ഷേ അങ്ങയുടെ അനുഗ്രഹം നവീന്റെ കൂടെ ഉണ്ടാവണം. എനിക്ക് തൊട്ട് തരുന്നില്ലേ? എന്താന്നറിയില്ല, എന്റെ മനസ്സിന് ഒരു സമാധാനവും സന്തോഷമൊക്കെ വന്ന പോലെ. എന്റെ പെണ്ണിനെ എനിക്ക് തിരിച്ചിട്ടിയ പോലെ. എന്നും എപ്പോഴും ഇങ്ങനെ തന്നെ എന്റെ കൂടെ വേണം കേട്ടോ. വാ. മോളെ, എങ്ങനെയാ നിന്നോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ നിന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നാലും ഇത് നിഷേധിക്കുമായിരുന്നു. നീ അത് ചെയ്തില്ല. മുത്തശ്ശി, നവീനൊരു ദോഷം വരുന്നത്, ഈ കുടുംബത്തിനൊരു ദോഷം വരുന്നത് എനിക്ക് സഹിക്കാവുന്ന ഒരു കാര്യമല്ല. മുത്തശ്ശിക്കറിയാം എന്റെ കുട്ടിയെ. ദൈവം അനുഗ്രഹിക്കും മോളെ. എന്നാ ഇനി ഞാൻ പോയിക്കോട്ടെ മുത്തശ്ശി. അമ്മ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. തങ്കത്തിനോട് എന്റെ അന്വേഷണം പറയണം കേട്ടോ. ഒരു കാര്യം മുത്തശ്ശിക്ക് ഉറപ്പുണ്ട് മോളെ. എന്നായാലും ഈശ്വരൻ നിന്നെയും എന്റെ നവീനെയും ചേർത്ത് വെക്കും. ദൈവങ്ങളാ നിന്നെ ഞങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. അതിന് കൃത്യമായ ലക്ഷ്യമുണ്ടാവും. മുത്തശ്ശി, നവീന് വേണ്ടി മാത്രല്ല, ഗാഥയുടെ കൂടെ നന്മയ്ക്ക് വേണ്ടിയാ ഞാൻ ഈ വ്രതം എടുത്തത്. എല്ലാ സത്യങ്ങളും അറിഞ്ഞാലും അവൾ എന്നെ സഹോദരിയായിട്ട് കാണുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്റെ മനസ്സിൽ അവൾ എന്റെ കൂടപ്പിറപ്പ് തന്നെയായിരിക്കും. ഞാൻ പൊക്കോട്ടെ. ശരി മോളെ. എല്ലാവരും ക്ഷീണിച്ച് നല്ല ഉറക്കത്തിലാ. ഇപ്പൊ ആരും കാണാതെ മോൾ അറിയിക്കോ. പോയിട്ട് വാ മോളെ. എന്നാ പിന്നെ ശരി മുത്തശ്ശി. പൊയ്ക്കോ മോളെ.